അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്വീറ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് 2.5 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ. 250 ml കപ്പിൽ 2.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ കൂടി ഒന്ന് തിരികെ എടുക്കണം. അതിലേക്ക് ഒരു 1.5 കപ്പ് ശർക്കര കൂടി പൊടിച്ചതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകം ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശർക്കരയും തേങ്ങായും എല്ലാം കൂടി നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഞാൻ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് വെള്ളം ഇവിടെ വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്നിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒറോട്ടിക്കൊക്കെ മാവ് കിണ്ടി എടുക്കുന്നത് പോലെ തന്നെ ഗോതമ്പ് പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടി നന്നായിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കി എണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു വലിയ പാത്രത്തിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നത്. നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഞാൻ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഉരുളകളും എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക അകത്ത് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഒന്നാക്കി എടുത്ത ശേഷം നമുക്ക് ആ ഫില്ലിങ് അതിനകത്തേക്കൊന്ന് കോരി വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. രാവിലെ തന്നെ വേണമെന്നില്ല, വൈകിട്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതേ ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളാക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഇഡലിക്കുട്ടം അടുപ്പിൽ വെച്ചിട്ട് ഞാൻ തട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള തട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഓരോ ഉരുളകളും പറക്കി അതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊളക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയ ശേഷം മാത്രമേ എടുക്കാവൂ, എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിനകത്ത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ മാവ് വേവിച്ചിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഒരുപാട് നേരമൊന്നും ആവിയേറ്റേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല മധുരമുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.